ഇന്ന് അന്താരാഷ്ട്ര യോഗാ ദിനമാണ്. ഈ യോഗാ ദിനത്തിന് തൊട്ട് മുമ്പ് തലേന്നൊക്കെ നാളെ യോഗാ ദിനത്തിന് പ്രധാനമന്ത്രി ഇന്നടുത്ത് പരിപാടി അവതരിപ്പിക്കും. ഇന്ന് വിശാഖപട്ടണത്താണ് പ്രോഗ്രാം ചെയ്യുന്ന യോഗാ പ്രോഗ്രാം. അങ്ങനെ നിരവധിയായിട്ടുള്ള ആൾക്കാർ, പ്രമുഖരായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകർ, സൈനിക മേധാവികൾ, ആത്മീയാചാര്യന്മാർ, ഇവരൊക്കെ തന്നെ യോഗാ ദിനത്തിനുള്ള കാര്യങ്ങളെല്ലാം തലേ ദിവസം തന്നെ പോസ്റ്റ് ചെയ്യും. അപ്പോൾ ഈ പോസ്റ്റുകൾക്കൊക്കെ അടിയിൽ വന്നിട്ട് ഈ പറയുന്ന ചില ജിഹാദി പൊട്ടന്മാരൊക്കെ വന്നിട്ട് ഇതിനടിയിൽ വന്ന് വിദ്വേഷ കമൻറ്റുകളാണ് ഇടുന്നത്. യോഗ ചെയ്യാൻ പാടില്ല, കാഫറുകളാണ് അത് ചെയ്യുന്നത്, അത് ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ പിന്തുണച്ചുകൊണ്ട് കമ്മികളും ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ യോഗ എന്ന് പറയുന്നത് ഇവർക്ക് വലിയ വിരോധമുള്ള ഒരു കാര്യമാണ്. സാധാരണഗതിയിൽ യോഗ ചെയ്യുന്നതോടുകൂടി മനുഷ്യന് പിരിമുറുക്കങ്ങൾ ഇല്ലാതാകാൻ പറ്റും, മനുഷ്യൻ്റെ സന്തോഷം വർദ്ധിക്കും, ആയുസ് വർദ്ധിക്കും, രോഗങ്ങളില്ലാതാകും, സമാധാനം ഉണ്ടാകും, സ്വഭാവത്തിലൊരു സ്ഥിരത വരും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഗുണകരമായിട്ടുണ്ട്. നമുക്ക് തന്നെ അറിയാം, നമ്മളെല്ലാം യോഗയൊക്കെ ഒന്നില്ലെങ്കിൽ ഒരു ഘട്ടത്തിലല്ലെങ്കിൽ മറ്റൊരു ഘട്ടത്തിലൊക്കെ ചെയ്തു നോക്കിയവരും ചെയ്യുന്നവരും അത് സാധനയൊക്കെ കൊണ്ടുപോകുന്നവരായിരിക്കും പലരും. പ്രധാനപ്പെട്ട ജീവിതത്തിലെ ഒരു ഘട്ടം എത്തുമ്പോഴത്തേക്കും എനിക്കൊരു ചിട്ട വേണം, എനിക്കൊരു അച്ചടക്കം വേണം, എനിക്ക് ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ചെറിയ ശ്രദ്ധ വേണം, എൻ്റെ മനോനിയന്ത്രണം വേണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ആൾക്കാർ യോഗ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഒരു പ്രഷർ വന്നതിൻ്റെ പേരിലായിരിക്കും യോഗ ചെയ്യാൻ ആരംഭിച്ച് അതിനെ അതിജീവിച്ച് സുന്ദരമായിട്ട് ജീവിതം കൊണ്ടുപോകുന്നു. പക്ഷേ ഈ ജീവിതത്തിൻ്റെ സൗന്ദര്യവും ലാളിത്യവും ഭംഗിയൊക്കെ കാണാനല്ലേ എല്ലാവർക്കും ഇഷ്ടം. ഇവിടെ ജിഹാദികൾക്ക് വലിയ ദേഷ്യമാണ് ഇതിനടിയിൽ വന്ന് കമൻ്റ് ഇടുക, ഈ പറയുന്ന ദേഷ്യഭാവത്തിലുള്ള ക്രോധഭാവത്തിലുള്ള മറ്റേ ഇമോജിയൊക്കെ ഉണ്ടല്ലോ അതിടുക, ഇല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ചിരിക്കുന്ന ഇമോജി ഇടുക. എന്ത് സുഖം കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതായത് കൈ കാലിൻ്റെ ഇടയിൽ കൂടെ കയറ്റി തിരിച്ചു വെച്ചാൽ എങ്ങനെയാണ് സമാധാനം കിട്ടുക, ഇതൊക്കെയാണ് ഇവരുടെ ചോദ്യം. അതെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ യോഗയെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ള ഒരു ധാരണയില്ല, ഒരു കാര്യം അറിഞ്ഞുകൂടാ. അതുകൊണ്ടല്ലേ ഈ പറയുന്ന ജിഹാദി കമൻറ്റുകളൊക്കെ ഇങ്ങനെ വരുന്നത്. അല്ല, ഇവർക്ക് യോഗയോടുള്ള എന്തെങ്കിലും എതിർപ്പ് കൊണ്ടാണ് ഇവരിത് പറയുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം യോഗ നരേന്ദ്രമോദി വന്നതിന് ശേഷം വന്നൊരു കാര്യമല്ലല്ലോ. അതിന് മുന്നേയും യോഗ എവിടെ ഉണ്ടായിരുന്നു? അന്ന് കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിലും അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റുകളാണെങ്കിലും ഇതിനെതിരെ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അത് അല്ലെങ്കിൽ അതൊരു ഫ്രിഞ്ച് എലമെൻറ്റ്സ് എന്ന് നമുക്ക് പറയാം. തെന്നിയും തെറിച്ചും അവിടെ എവിടെയും വല്ലവരും പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ അത് പറയുന്നതിന് കാരണം അവർ യോഗ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ അവരുടെ തന്നെ വാക്കുകളിൽ നമുക്ക് പറയാം, രാഷ്ട്രീയ ഒരു ഉപകരണമായിട്ട് BJP അതിനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ അത് ഇന്ത്യക്കകത്ത് മാത്രമല്ലേ BJPക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. നരേന്ദ്രമോദിക്ക് അത് പുറത്ത് പോയിട്ട് 191 രാജ്യങ്ങളും യോഗ ആചരിക്കണം എന്നൊക്കെ പറയേണ്ട ആവശ്യമില്ല. അവിടെ നിന്നൊന്നും പ്രത്യേകിച്ച് ഒന്നും BJPക്ക് കിട്ടാനില്ല. അപ്പോൾ അദ്ദേഹം അത് ചെയ്തത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അതിന് കൃത്യമായിട്ടൊരു രാഷ്ട്രീയ ഉദ്ദേശം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. കാരണം നമുക്കറിയാം, ആദ്യമായിട്ട് യോഗാ ദിനം നിലവിൽ വന്നത് 2015-ലാണ്. ഇതിപ്പോൾ നടക്കുന്ന 11ാമത്തെ യോഗാ ദിനമാണ്, അന്താരാഷ്ട്ര യോഗാ ദിനം. നമുക്ക് ഇന്ത്യയുടെ എന്തെങ്കിലും ഒരു സെലിബ്രേഷൻ ലോകം മുഴുവൻ ആചരിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ഒരു സെലിബ്രേഷൻ നമുക്കുണ്ട്. മറ്റൊരു കാര്യമുണ്ട്, ഗാന്ധി ജയന്തി ഉണ്ട്. ഗാന്ധി ജയന്തി ഉണ്ട്, അന്താരാഷ്ട്ര അഹിംസാ ദിനമാണ്. അന്താരാഷ്ട്ര അഹിംസാ ദിനമാണ്, അത് ആചരിക്കുന്നുണ്ട്. അല്ലാതെ ഞാൻ പറയുന്നത് നമ്മുടെ സാംസ്കാരികപരമായിട്ടുള്ള നമ്മളിപ്പോൾ ക്രിസ്മസ് ആചരിക്കാറുണ്ട്, വാലന്റൈൻസ് ഡേ ആചരിക്കാറുണ്ട്. അങ്ങനെ ഇന്ത്യക്ക് എന്തെങ്കിലും ഇന്ത്യയുടെ മാത്രമേ ഉള്ളൂ, മദേഴ്സ് ഡേ, ഫാദേഴ്സ് ഡേ ഇല്ല. പക്ഷേ ഇന്ത്യയുടെ ദിനമായിട്ട് ലോകം മൊത്തം ആഘോഷിക്കുന്നത് ഇപ്പോൾ യോഗാ ദിനം. അത് ആദ്യമായിട്ട് കൊണ്ടുവന്നത് ആരാണ്? അത് നരേന്ദ്രമോദിയാണ് കൊണ്ടുവന്നത്. അപ്പോൾ അതിനകത്തൊരു മതം കലർത്തേണ്ട ആവശ്യമില്ല. യോഗ ചെയ്യാൻ നിങ്ങൾ ഹിന്ദു ആവണമെന്നോ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് മുസ്ലിം ആയിരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വരുന്നുണ്ട്. ഇപ്പോഴത്തെ വിജയ് എൻ്റെ അടുത്ത് പറഞ്ഞ തന്നെയാണ്. സദ്ഗുരു ജഗ്ഗി വാസുദേവിൻ്റെ ഒരു പഴയ വീഡിയോ വൈറലായിട്ടുണ്ടായിരുന്നു. ഒരു ജേർണലിസ്റ്റ് പോയിട്ട് അദ്ദേഹത്തിനോട് ചോദിക്കുന്നു, നിങ്ങളിവിടെ നിർബന്ധപൂർവ്വം ഈ യോഗ അടിച്ചേൽപ്പിക്കുകയല്ലേ, യോഗ എടുത്ത് നിർബന്ധപൂർവ്വം പഠിപ്പിക്കുകയല്ലേ സ്കൂളുകളിലൊക്കെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആഹാരം കഴിക്കുന്നതിന് മുമ്പ് ഒരു മന്ത്രം പറയുന്നുണ്ടല്ലോ, അതൊക്കെ ഹിന്ദുവിൻ്റെ അല്ലേ? സഹനാവതു സഹനോ ഭുനക്തു സഹവീര്യം കരവാഹൈ തേജസ്വിനാവധീന വസ്തുമാ വിദ്വിഷാവഹൈ എന്ന് പറയുന്ന ഒരു മന്ത്രം പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്ന് പറയാമോ വിജയ്? അതിൽ രസകരമായിട്ട് അദ്ദേഹം ഒരു മറുപടി കൊടുക്കുന്നുണ്ട്. അവിടെ ജേർണലിസ്റ്റിന് മിണ്ടാട്ടം മുട്ടിപ്പോവുകയാണ്. കാരണം അതൊരു മന്ത്രം എന്ന് നമ്മൾ പറയാൻ പറ്റുമോ? അത് പ്രയറാണ്, മന്ത്രം എന്ന് പറയാൻ പറ്റില്ല. അത് ഒരു വേദിക് പ്രയറാണ്. എന്താണ് സഹനാവതു, അതായത് നമുക്ക് ഒരുമിച്ച് ജീവിക്കാം, ഒരുമിച്ച് വസിക്കാം, ലെറ്റ്സ് കോഎക്സിസ്റ്റ് പീസ്ഫുള്ളി, അതാണ് അതിൻ്റെ അർത്ഥം. പിന്നെ സഹനവ് ബുനക്തു, ഒരുമിച്ച് ഭക്ഷിക്കാം, ഒരുമിച്ചിരുന്ന് ഭക്ഷിക്കാം, ജാതി മതഭേദമെന്നേ അങ്ങനെ ഇരുന്ന് ഭക്ഷിക്കാം എന്നാണ് അത് ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ മനസ്സിലാക്കേണ്ടത്. അന്ന് മതങ്ങളില്ലല്ലോ, അതായത് വേർതിരിവുകളില്ലാതെ, സാമൂഹ്യ വേർതിരിവുകളില്ലാതെ നമുക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷിക്കാം. സഹനാഭവതു സഹനോ ബുനക്തു സഹവീര്യം കരവാവഹേ, അതായത് ലെറ്റ്സ് പ്രൊഡ്യൂസ് എനർജി, അതായത് നമുക്ക് ഒരുമിച്ച് ഊർജ്ജം സൃഷ്ടിക്കാം, അതായത് കർമ്മങ്ങളിൽ ഏർപ്പെടാം എന്നുള്ളതാണ്. പിന്നെ തേജസ്വിനാവധീതമസ്തേ, അതായത് നമ്മുടെ ബുദ്ധിക്ക് ഒരിക്കലും ബുദ്ധി നന്നായിട്ട് അത് ഉത്തേജിപ്പിക്കട്ടെ, അതായത് ആരുത്തേജിപ്പിക്കട്ടെ? ദൈവം.
പിന്നെ മാ വിദ്വിഷാവഹേ, അവസാനത്തെ വരിയാണ് ഏറ്റവും പ്രസക്തം. നമ്മൾ തമ്മിൽ ഒരിക്കലും വിദ്വേഷം ഉണ്ടാകാതിരിക്കട്ടെ. ഇതൊരു പ്രയറാണ്. ഇതിലെവിടെയാണ് മതം ഇരിക്കുന്നത്? ഇതിലെവിടെയാണ് അന്യമത വിദ്വേഷം ഇരിക്കുന്നത്? അല്ലെങ്കിൽ ഒരു വർഗീയതയൊക്കെ എവിടെയാണ് ഇരിക്കുന്നത്? ഇതൊരു സംസ്കൃതത്തിൽ പറയുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം അത് ഒരു വർഗീയതയായി മാറുമെന്ന് എനിക്കറിയില്ല. ഇത് അങ്ങനെ. അപ്പോൾ അത് അദ്ദേഹം കൃത്യമായിട്ട് ഒരു മറുപടി, രസകരമായ മറുപടി പറയുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഒരു വേദിക് പ്രയർ പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ മതം ഇല്ലാതായി പോവുമെങ്കിൽ അത് എന്ത് തരം മതമാണെന്നാണ് ചോദിക്കുന്നത്. അതായത് ഇത് പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ ദൈവം കോപിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ മതം, നിങ്ങൾ മുസ്ലിം അല്ലാതാവും, അല്ലെങ്കിൽ നിങ്ങൾ ക്രിസ്ത്യാനി അല്ലാതാവുമെങ്കിൽ അതെന്ത് പവറാണ്, അല്ലെങ്കിൽ എന്ത് പ്രസക്തിയാണ് അതിനുള്ളതെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അപ്പോൾ നമ്മളിതിൽ പറഞ്ഞു വന്ന കാര്യമെന്ന് പറഞ്ഞാൽ, യോഗാ ദിനം ആദ്യമായിട്ട് ആരംഭിച്ചത് 2015-ലാണ്. അന്ന് 177ഓളം രാജ്യങ്ങളുടെ പിന്തുണയോടെയാണ് യുഎൻ്റെ സ്പോൺസർഷിപ്പിൽ ആദ്യമായിട്ട് അന്താരാഷ്ട്ര യോഗാ ദിനം നിലവിൽ വരുന്നത്, മോദി കൊണ്ടുവരുന്നത്. അപ്പോൾ അന്ന് ആ 177 രാജ്യങ്ങളിൽ 47ഓളം രാജ്യങ്ങൾ ഇസ്ലാമിക രാജ്യങ്ങളാണെന്ന് ഓർക്കണം. അതായത് ഇന്ത്യക്ക് പുറത്തുള്ള ഇസ്ലാമിക രാജ്യങ്ങൾക്ക് യോഗാ ദിനം ആചരിക്കുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ നമ്മൾ പറയുന്നത് പാകിസ്ഥാനെ പോലത്തെ കാര്യങ്ങളല്ല, പാകിസ്ഥാൻ പോലെ അതുപോലത്തെ രാജ്യങ്ങളെ പറ്റിയല്ല. പക്ഷേ പാകിസ്ഥാനിൽ പോലും 2022 മുതൽ അവിടെ അനൗദ്യോഗികപരമായിട്ട് അവിടെ ഇത് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് യോഗയോട് താല്പര്യമുള്ള ഒരുപാട് മുസ്ലിങ്ങൾ അവിടെ ഉണ്ട്, സംഘടനകളുണ്ട്, മുസ്ലിം സംഘടനകൾ വരെ യോഗ ദിനം ആചരിക്കുന്നു. നമ്മൾ ഒരുപാട് ചിത്രങ്ങൾ കണ്ടിട്ടുണ്ട്. അത് പാകിസ്ഥാനിൽ നിന്നുള്ളതാണോന്ന് അറിയില്ല. അത് മുസ്ലിം പള്ളികൾക്കുള്ളിൽ തന്നെ യോഗ ചെയ്യുന്ന, പച്ച മാറ്റൊക്കെ വിരിച്ചിട്ട് അവർ യോഗ ചെയ്യുന്ന. അതുപോലെ ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ കാര്യം പറയുമ്പോഴും, ഈ കമ്മ്യൂണിസ്റ്റുകാർ ഇവർക്ക് യോഗ എതിരാണെന്ന് പറയുമ്പോൾ പ്രിയനറിയാമോ, അവർക്ക് സ്വന്തമായിട്ടൊരു യോഗയുണ്ട്, ചേതന യോഗ എന്നാണ് അതിൻ്റെ പേര്. അവർ ഇവിടെ ചന്ദ്രശേഖർ സ്റ്റേഡിയത്തിലാണ് അത് ആദ്യമായിട്ട് ചെയ്തത്. അതായത് അവർക്ക് സ്വന്തമായിട്ടൊരു സൂര്യ നമസ്കാരമൊക്കെ ഉണ്ട്. അതായത് നമ്മൾ സൂര്യ നമസ്കാരം ചെയ്യുമ്പോൾ പൊതുവെ എല്ലാവരും ചെയ്യുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ, അത് വലതുവശത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ 2 സൈഡിലും ചെയ്യും. പക്ഷേ ഇവരുടെതെല്ലാം ഇടതുവശത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവർ മന്ത്രം പറയില്ല, ഇടതുവശമാണ്. അതുകൊണ്ട് ഇവർ ഇടതുവശത്തു നിന്നാണ് ചെയ്യുന്നത്, മന്ത്രമൊന്നും പറയില്ല കേട്ടോ. അവർ വേറെ എന്തോ ഉണ്ട്, അവരുടെ പാർട്ടി പരമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ എന്തോ അവർ പറയാറുണ്ട്, അങ്ങനെയൊക്കെയാണ്. അതായത് ലാൽ സലാം അങ്ങനെയൊക്കെയുള്ള രീതിയിലൊക്കെ അങ്ങനെ എന്തൊക്കെയാണ്, എനിക്കറിയില്ല അതിനെപ്പറ്റി കൂടുതലായിട്ട്. അപ്പോൾ അവർ അങ്ങനെയാണ് അത് ചെയ്യുന്നത്. പക്ഷേ അവരതിൽ എന്തെങ്കിലും ഗുണം അതിനകത്ത് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കുമല്ലോ അവരത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ള കാര്യങ്ങൾ ഇവർ ചെയ്യാറുണ്ട്. അപ്പോൾ ഇവരിൽ ഈ മുസ്ലിങ്ങളിലാണെങ്കിലും, ഇന്ത്യക്കകത്തുള്ള മുസ്ലിങ്ങളിലാണെങ്കിലും കമ്മ്യൂണിസ്റ്റുകളിലാണെങ്കിലും എല്ലാ വിഭാഗവും എതിർക്കുന്നില്ല. കുറച്ച് വിഭാഗം മാത്രമാണ് ഇതിനെ എതിർക്കുന്നത്. അപ്പോൾ അവരിത് എതിർക്കുന്നതിൻ്റെ കൃത്യമായിട്ടുള്ള റീസൺ ഇത് നരേന്ദ്രമോദി കൊണ്ടുവന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അല്ലാതെ യോഗയോടുള്ളൊരു എതിർപ്പാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഇത് ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയാണ് കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇവരത് 2 കൈയും നീട്ടി സ്വീകരിച്ചേനെ. കാരണം മുൻപും കോൺഗ്രസ് ഇങ്ങനെ ഹൈന്ദവ സംസ്കാരത്തിലുള്ള പല കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചപ്പോഴൊന്നും ഇവിടെ ആരും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. ഫ്രിഞ്ച് എലമെൻറ്റ്സ് എവിടെയെങ്കിലും എന്തെങ്കിലും ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. പക്ഷെ അതിപ്പോൾ നമ്മൾ ഈ കാണുന്ന ഒരു മാസീവായിട്ടുള്ള ലെവലിൽ അന്നില്ലായിരുന്നു. അപ്പോൾ ഇതിൽ നരേന്ദ്രമോദി എല്ലാ അന്താരാഷ്ട്ര യോഗാ ദിനത്തിലും വന്നിട്ട് അദ്ദേഹം പ്രസംഗിക്കുന്ന ഏതാണ്ട് ഒരു പ്രസംഗം തന്നെയാണ് അദ്ദേഹം. കാരണം ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. യോഗ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ മനസ്സമാധാനം ഉണ്ടാകും, അന്യനോട് അപരനോട് ഒരു വിദ്വേഷം ഉണ്ടാകാതിരിക്കും. അതായത് സ്നേഹം ഉണ്ടാവണോ ഇല്ലേ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. നമ്മളാരും സഹായിക്കാൻ പോയില്ലെങ്കിലും ദ്രോഹിക്കരുതെന്ന് പറയും. അപ്പോൾ ഇതെങ്ങനെയാണ് ലോകത്ത് സമാധാനം പടർത്തുന്നു എന്നുള്ളതാണ് പലരുടെയും ചോദ്യം. അത് എന്തുകൊണ്ടാണ് ഇത്ര മനസ്സിലാക്കാൻ അതിലെന്താണ് ഇരിക്കുന്നത്? കാരണം രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം, അതെന്താ അവിടെ രാജ്യങ്ങൾ തമ്മിൽ അടിക്കുകയാണോ? അല്ല, അവിടെ 2 വ്യക്തികളാണ് അവിടെ തീരുമാനങ്ങൾ ഉണ്ടാക്കുന്നത്. ഇറാനിലെ ഖമനയുടെ തീരുമാനമാണ് ഇസ്രായേലിനെ നശിപ്പിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് അവിടെ മറ്റൊരാൾ വന്നു കഴിഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ നിലപാട് മാറും. ഇവിടെ പാകിസ്ഥാൻ നമ്മളെ ആക്രമിക്കുമ്പോഴും അത് തന്നെയാണ് ഒരു വ്യക്തി. അപ്പോൾ ഒരു വ്യക്തിയുടെ ഒരു തീരുമാനങ്ങളാണ് ഒരു രാജ്യത്തിൻ്റെ തീരുമാനം. അപ്പോൾ വ്യക്തികളാണ് ഇവിടെ ഉള്ളത്, ഇൻഡിവിജ്വൽസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ വ്യക്തി നന്നായി കഴിഞ്ഞാൽ സമൂഹം നന്നാവും എന്നുള്ളതാണ് ഭാരതീയമായിട്ടുള്ള ചിന്താധാരയുടെ അടിസ്ഥാനം. അപ്പോൾ വ്യക്തിക്കാണ് ഫോക്കസ് കൊടുക്കുന്നത്. അപ്പോൾ യോഗ പറയുന്നത് അതാണ്. അതിൽ മനസ്സിലാക്കാൻ ഇത്ര വലിയ ബുദ്ധിയൊന്നും വേണമെന്നില്ല. അപ്പോൾ ആ ബുദ്ധി ചിലപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർക്കും ഇല്ലാത്തത് കൊണ്ടായിരിക്കും അവരങ്ങനെ പറയുന്നത്. നമുക്കറിയില്ലല്ലോ, അവർക്ക് അടിസ്ഥാനപരമായിട്ടുള്ള ബുദ്ധിയുടെ പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ മോദി പറയുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് തന്നെ ഇരിക്കട്ടെ. പക്ഷെ നമുക്കൊരു കാര്യം ചിന്തിക്കാം, മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഇന്ത്യക്ക് ഒരു സോഫ്റ്റ് പവർ ഉണ്ടോ? അതായത് നമ്മൾ സോഫ്റ്റ് പവർ എന്ന് പറയുന്നത് ഇപ്പോൾ അമേരിക്ക ആണ് ഏറ്റവും വലിയ രാജ്യം, ഏറ്റവും ശക്തമായിട്ടുള്ള രാജ്യം, സൂപ്പർ പവർ എന്ന് നമ്മൾ പറയുന്നു. അവരുടെ പ്രതിരോധ ശക്തി അത്രയും വലുതായതുകൊണ്ട് മാത്രമല്ല, അവർക്ക് നമ്മളുടെ മേലെ, അതായത്
പൊതുവെ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് നമ്മളുടെ മേലുള്ള സ്വാധീനം ഇതുകൊണ്ട് മാത്രമല്ല, അല്ലാതെ സോഫ്റ്റ് പവർ എന്ന് പറയും. അതായത് കൊക്കക്കോള, അവരുടെ ബ്രാൻഡുകൾ, ഷർട്ടിൻ്റെ ക്ലോത്ത്സിൻ്റെ ബ്രാൻഡുകൾ, പിന്നെ ഈവൻ നമ്മൾ ഈ പറയുന്ന മിക്കി മൗസ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ നമ്മളിൽ ചെലുത്തുന്ന സ്വാധീനം നമുക്കറിയാം നമ്മുടെ തലമുറകളിലും. ഇത് സോഫ്റ്റ് പവർ എന്നാണ് പറയുന്നത്. ഇത് അവരുടെ കൾച്ചറൽ കൊണ്ട് നമ്മളെ ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു സോഫ്റ്റ് പവർ. ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും ഒരു സോഫ്റ്റ് പവർ വേണ്ടേ? അതാണ് യോഗ. കാരണം നമുക്കറിയാം, പ്രിയൻ അറിയാമായിരിക്കുമല്ലോ, പാശ്ചാത്യ ലോകത്തൊക്കെ യോഗയുടെ സ്വാധീനം എന്തുമാത്രമാണെന്ന്. ബ്രസീലിലാണെങ്കിലും അല്ലെങ്കിൽ പല പല രാജ്യങ്ങളിലും, ഈവൻ അമേരിക്കയിലെ, റഷ്യയിലെ, യൂറോപ്യൻ രാജ്യങ്ങളിൽ, സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ പോലും യോഗയൊക്കെ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഭക്തി യോഗകൾ, അപ്പോൾ ഇസ്കോൺ പോലുള്ള സംഘടനകൾ, അതുപോലെ ഈ പറയുന്ന ബ്രഹ്മകുമാരീസ്, ഈ സദ്ഗുരുവിൻ്റെ സംഘടനകൾ, ക്രിയായോഗ, പരമഹംസ യോഗാനന്ദൻ്റെ യോഗ ഫൗണ്ടേഷൻ, യോഗദാ സത്സംഗം, അങ്ങനെയുള്ള സംഘടനകളെല്ലാം തന്നെ ഇത്തരത്തിൽ ലോകത്താകമാനം തന്നെ സ്വാധീനം ചെലുത്തുന്നുണ്ട്. യോഗയ്ക്ക് മനുഷ്യ ജീവിതത്തിൽ നിർണായകമായ പങ്കുണ്ട്. പക്ഷേ മനുഷ്യ ജീവിതത്തിൻ്റെ നന്മകളെ മനസ്സിലാക്കാതെ സ്വർഗത്തിലെ ഹൂറികളെ കിട്ടാൻ വേണ്ടിയിട്ടും മദ്യപ്പുഴയ്ക്ക് വേണ്ടിയിട്ടും ചിന്തിക്കുന്നവർക്ക് ഈ പറയുന്ന വൈകാരിക തലങ്ങൾ, ഇന്ദ്രിയ സുഖം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ആത്മാവബോധവും ആത്മാനന്ദവും ഒന്നും ഇവർക്ക് ലഭിക്കില്ല. അതിനുള്ള ഇവിടെയാണ് സ്വർഗം. ഇവിടെ നമ്മുടെ മനസ്സിലാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ പോലും ഇല്ല, നമ്മുടെ ഉള്ളിലാണ്. കണ്ണ് മനമാകുന്ന കണ്ണതിൽ കണ്ണായിരുന്ന പൊരുൾ നീയാണ് എന്നാണ്, അത് ഉറയ്ക്കാനാണ് നാരായണായ നമ എന്ന് പറയുന്നത് എന്നുള്ളതാണ്. അപ്പം ആ കണ്ണിൻ്റെ ഉള്ളിൽ, എല്ലാത്തിനും ഉള്ളിൽ ഉണ്ടാകുന്ന വെളിച്ചം ഞാനാണ് എന്നുള്ള തിരിച്ചറിവിലേക്കാണ് യോഗ നയിക്കുന്നത്. ആ യോഗയുടെ മഹാത്മ്യത്തെ അറിയാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ വിദ്വേഷ കമൻറ്റുകളും വിദ്വേഷ പ്രചാരണങ്ങളും എല്ലാം നടക്കുന്നത്. യോഗ ലോക സമാധാനത്തിനുള്ള വിളക്കാണ് എന്നതാണ് വാസ്തവം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.